അങ്ങനെ ദേ ഇന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഉച്ചക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേ വിനോം കിളിമീൻ വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ. അതേ നല്ല അടിപൊളി കിളിമീനാണ് കേട്ടോ, നല്ല സൂപ്പറാണ് കേട്ടോ. അതേ നോക്കിയേ, നല്ല കളറാണ് കേട്ടോ ആ കിളിമീനിന്. അപ്പോൾ അത് നമുക്ക് പൊള്ളിക്കാൻ വറുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീനാക്കിയൊക്കെ എടുത്തു. അങ്ങനെ അതേ ഉള്ളിയൊക്കെ പൊളിച്ചു, ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി പൊളിച്ചൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ അല്ലു ഓരോ കാര്യങ്ങളൊക്കെ വന്ന് വേപ്പില എന്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതും എല്ലാം കൂടി ഇട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടി, എന്ന് വെച്ചാൽ ഈ മീനിനധികം വേവൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങ് വേവും. അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് വെച്ച് ഇതേ അടുപ്പത്തേക്ക് വെച്ച് കേട്ടോ. അതൊന്ന് തിളക്കട്ടെ, ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് നല്ലോണം പറ്റണം, എന്നാലേ ഈ ചേർത്തലത്തെ പോലെ പൊള്ളിക്കലാവുള്ളൂ കേട്ടോ. അങ്ങനെ അതേ പൊള്ളിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്ന് കറി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞങ്ങൾ ബ്രെഡും സോസൊക്കെ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോഴാണ് കിട്ടിയത് കിളിമീനിനെ. അപ്പോൾ അങ്ങനെ 3-4 ഞാൻ വറുക്കാനും പുരട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത മീൻ. കറി വെച്ചത് ഇഷ്ടമാണ്, എന്നാലും വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വറുക്കാനും പുരട്ടി വെച്ചു. കറിയൊക്കെ തിളച്ച് നല്ലോണം വറുക്കാനും ഇട്ടു കേട്ടോ. അങ്ങനെ ഓക്കെ, ബൈ ബൈ, സി യു, ടാറ്റ.